ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വയനാടാണുള്ളത്. വയനാട് ഇതാ റിവൂട്ട്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണുള്ളത്. അപ്പോൾ റിസോർട്ടിൻ്റെ ഉള്ളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നമ്മളും ഇവിടെ വയനാട്ടിലേക്ക് വന്നൊരു ഫീലിൽ എല്ലാം കാണാം കേട്ടോ. ഓ നമ്മൾ ഞാനും ഷാനിലായി ഒറ്റക്കല്ല എന്ന് വന്നിട്ടുള്ളത്. കുറേ ആളുണ്ട്. എൻ്റെ അനിയന് അനിയത്തി പിന്നെ ഷാനിൻ്റെ വീട്ടിൽ നിന്ന് അശ്മി അഞ്ചി അങ്ങനെ പിന്നെ എൻ്റെ കസിൻസും ഫാമിലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാ ഇങ്ങനെ പോയാൽ ഇങ്ങനെ വേണമെങ്കിലും ഇറങ്ങാം. ഇതാ ഇങ്ങനെ ഇറങ്ങാണ്. രണ്ട് സൈഡിലും പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുള്ളമ്പഴമാണോ എന്ന് എനിക്കറിയില്ല, എന്ത് പഴം അറിയില്ല. ഇത് ഭംഗിയിട്ട് കാണാം. നല്ല ഭംഗിയിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് എനിക്കറിയില്ല. എന്താണ്? കലാത്തിയ ലൂട്ടിയ എത്ര കലാത്തിയ ലൂട്ടിയൊക്കെ എന്തിനാ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതന്നെ അതിന്റെ പേരൊന്നും അറിയില്ല. ഇതിനെ പറ്റിച്ചാന്നറിയില്ല. കലാത്തിയ ലൂട്ടിയാന്ന് അത്ര ഈ ഇതിന്റെ പേരിട്ടതാ. എല്ലാരും കണ്ടോളി, കലാത്തിയ ലൂട്ടിയ. അപ്പൊ ഇനി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെയാണ് കുട്ടികളെ പ്ലേ ഏരിയ വരുന്നത്. ഇത് കുട്ടികളെ പ്ലേ ഏരിയ ഇവിടെ ഉണ്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയ കുട്ടികളെ കുറച്ചു നേരമൊക്കെ എൻഗേജ്ഡ് ആക്കിയിരിക്കാനുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സീസോ ഉണ്ട്. അപ്പൊ ലായിക്കുട്ടിൻ്റെതായ മേലെ ഇരുത്താൻ പോവാണ്. ചെരുപ്പ് ഊരിയ വരുത്താവും. ഊരണ്ടേ, ഊരി വരുത്താവേ. ഊരുമ്പോ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ പോവുക. എന്നതാ ലായിക്കുട്ടിനിതാ പോണോ. അപ്പൊ കുട്ടികളെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പറ്റിയ കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ട്. ചാടാൻ പറ്റിയ ഭാഗമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ വെയിറ്റ് വെച്ചിട്ട് എനിക്ക് ചാടാനൊരു പേടി. ലായിക്കട്ടെ ചാട്. പിന്നെ ഇങ്ങനെ പോയാല് ഇവിടെയാണ് നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ച ഏരിയ ഒക്കെ വരുന്നത്. നമുക്ക് ഫുഡ് കഴിക്കണ ഡൈനിങ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഒരു എത്ര ആൾക്കോ, ഒരു 20 ആൾക്കൊക്കെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളു ഇവിടെ. പിന്നെ ആസിഡ് ഇവിടെ കണ്ടോ, ഇത് നല്ല ഭംഗിയിൽ ഊഞ്ഞാലാടി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആടി ആടി കഴിക്കാം. കുറേ നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ തന്നെ ബെഞ്ച് വന്നിട്ട് ഇവിടെ ഉണ്ട്. ഊഞ്ഞാലില്ലാണ്ട് ജസ്റ്റ് ബെഞ്ചായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ദെൻ നമുക്ക് ഇതാ പൂള് വന്നിട്ട് ഇവിടെയാണ്. പൂള് ഇപ്പം ഇതാ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് നമ്മൾ ചെക്ക് ഔട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ചെക്കിൻ്റെ ടൈം ആകുമ്പോഴത്തേനും അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂള് അത്യാവശ്യം വലിപ്പമുള്ള പൂളാണ്. ഇനി നമുക്ക് വേറെ ഏരിയയും കൂടി കാണാണ്ട്.
ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇപ്പൊ ഗാർഡൻ അല്ല, നേരത്തെ പാർക്ക്, കുട്ടികളുടെ പാർക്ക് പറഞ്ഞത് അവിടെയായിരുന്നു. അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഏരിയ. ഇതിന്റെ പേരെന്താണ്? കലാത്തിയലൂട്ടി എവിടെയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് കണ്ടോ, ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ക്യാമ്പ് ഫയർ നടത്തേണ്ടതും. പിന്നെ അതുപോലെ ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിൽ നിന്ന് ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇന്നലെ നമ്മൾ ഇവിടെ വെച്ച് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നല്ല രസം ഉണ്ടായിരുന്നിട്ടോ നൈറ്റ്. അത് മുസ്തഫ സ്ക്വയർ ആണ്. രണ്ടാള് മുസ്തഫ ആണ്. രണ്ടാൾ ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബോളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഏരിയ മെയിനായിട്ട് ഇത് തന്നെയാണ്. ഈ ഒരു കുഞ്ഞു ഏരിയ ഇവിടെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാം. പിന്നെ ഈ ഒരു ഏരിയയും കൂടി ഉള്ളു. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് പോയോക്കാം. പിന്നെതാ ഇവിടെ ഫുൾ കലാത്തിയാലൂട്ടിയാണ് ഗൈസ്. കലാത്തിയാലൂട്ടി ഇതാ ഇവിടെയാണ് നമ്മുടെ ഹിഡൻ ജം എന്ന് പറയുന്ന ഏരിയ. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഏരിയ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയ ഏരിയ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെയാണ് അതൊക്കെ പോകാൻ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടിലോട്ടാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. കം. ഇപ്പൊ ടൈം നല്ല മോർണിംഗ് ആണ്. നല്ല കോടയൊക്കെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് വയനാട്ടിൽ തീരെ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വന്നത് കറക്റ്റ് ടൈമിലല്ല എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോഴും രാത്രി ആയപ്പോഴൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കാണിച്ചു തരാൻ പോവാണ്. നല്ല ഭംഗിയില്ലേ കാണാന്. അപ്പൊ നിങ്ങൾ ഇത് മാത്രമാണ് എന്ത് അല്ലട്ടോ, ഇത് കാണാൻ ഇത്ര പോവാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞത് അല്ലട്ടോ. ഇത് മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോവാനുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. അപ്പതാ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് കണ്ടപ്പോ മാത്രമുള്ള നാ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നല്ല ഗ്രിപ്പില്ലാത്ത ഏരിയയാണ് കേട്ടോ. മീൻസ് നല്ല ഒഴുക്കൽ ആയിട്ടുള്ള ഏരിയയാണ്. ഗായ്സ് അപ്പൊ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ കൂടെ വരാൻ ഇത്രയും പണിയാണെന്നാണ് എനിക്ക് പണിയാണ്. നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട്. എന്നിട്ടും ഞാൻ ഈ വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വെള്ളത്തിന്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും.
എനിക്ക് പേടിയാണ്. ഇനി വലിയ സീനിലെ ഏരിയ വരുന്ന കുറച്ച് അപ്പുറത്താണ്. സ്ഥലം തന്നെയാണ്. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ല ഒരു റിസോർട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓക്കെ ആണ് ബഡ്ജറ്റ്. ബട്ട് ഭയങ്കര ലക്ഷറി റിസോർട്ടൊന്നുമല്ല. അതിൽ നമുക്ക് റിസോർട്ടിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ കുറേ നേരമായല്ലോ ഞങ്ങളടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. എന്താ സംഭവം മനസ്സിലാവണില്ലല്ലോ എന്നാണെങ്കിൽ അപ്പൊ ഇത് എവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്തണ്ടേ? ഇത് ചാടി കിടക്കണ്ടേ? എനിക്ക് നടക്കും അറിയില്ല. ഇന്നലെ തന്നെ അല്ലേ ഇതെങ്ങനെ ചാടിന്ന് എനിക്ക് അറിയുള്ളൂ. കാരണം ഇതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. വാ ഇത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് ഇനി ഞാൻ ചാടി കിടക്കേണ്ടത്. ലെറ്റ്സ് ട്രൈ. ചെരുപ്പ് കാണുന്ന അടി കിട്ടൂ. ചെരുപ്പിനൊന്നും പറ്റരുത്. അവിടെ തന്നെ വെച്ചിക്കണോ? ഞാൻ ചവിട്ടുവോ? ഓക്കെ. എല്ലാരും ട്രോളിനുണ്ട്. ഞാൻ ഇറങ്ങാൻ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. അപ്പൊ ഗായ്സ് അപ്പോ ഈ ഒരു എന്താ പറയാ വ്യൂ കാണാനാണ് ഞാൻ ഇത്രയും വല്ല എന്തോ പോലെ വന്നത്. കാരണം സിമ്പിളാവും. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ റിസോർട്ട് കാണുന്നുണ്ട്. കണ്ട ആ 2 കോട്ടേജ് പോലത്തെ അവിടെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അവിടുന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ടാണ് ആ കിടക്കുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട ബോളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരാള് സാഹസികമായി വരുന്നുണ്ട്. ഇത്ര പണിയുള്ളൂ ഇത് കൂടെ കറങ്ങാൻ. എന്നിട്ടാണ് ഞാനൊക്കെ കാണിച്ചത് കേട്ടോ. അപ്പൊ നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടിയല്ലേ. അപ്പൊ ഓരൊക്കെ മാക്സിമം എൻജോയ് ചെയ്തത് എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. Ready, 1, 2, 3, start. ഒരാള് പൂളൊക്കെ എന്താ ട്യൂബൊക്കെ പിടിച്ചിട്ട് ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. പിന്നെ 2 ആൾ അവിടെ ഉണ്ട് കേട്ടോ. വള്ളത്തിലേക്കാ ഒരു ചാടി നേരെ ക്യാമറ
ഓലിങ്ങനെ ഫോണിൽ കാണും അങ്ങനെ അല്ലേ. Guys. അപ്പൊ എന്റെ ലായി എണീറ്റിട്ടുണ്ട്. ഞാൻ തിരിച്ചതേപോലെ പോവാണ് കേട്ടോ. ബൈ 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 ബൈ. അപ്പൊ എല്ലാരും അവിടെ തന്നെ രാവിലെ തന്നെ ഇറങ്ങാൻ നിന്നിട്ടില്ല. ഒന്നാമത് നല്ല തണുപ്പുണ്ട്. പിന്നെ അതല്ല ലായ്ക്ക് എപ്പോഴാണ് എണീക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് പോകേണ്ടി വരുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഇതായി കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടെ തിരിച്ച് പോണം. എൻ്റെ ലായ്ക്ക് എണീറ്റിട്ടുണ്ട്. കരയുണ്ട്, തോന്നുന്നുണ്ട്. ഇവിടെ റേഞ്ചിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട്. വൈഫൈ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വൈഫൈ കിട്ടണില്ല. അപ്പോൾ എൻ്റെ ലായ്ക്ക് എണീറ്റെന്ന് അറിയാൻ ഒരു മിസ് കോൾ വന്നിട്ടുണ്ട്. ഇവിടെ റേഞ്ചിൻ്റെ ഏറ്റവും എന്താ പറയുക റേഞ്ച് ഇല്ലാത്തൊരു ഏരിയയാണിത്. ഒരു മിസ് കോൾ കിട്ടി. പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. അതാണ് നമ്മൾ റിസോർട്ട് വന്നിട്ട് ഇങ്ങനെ കുറച്ചധികം നടന്ന് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ആ 2 വെള്ളത്തിൻ്റെ ഇവിടെ ഒരു ഏരിയ വരും, പിന്നെ അത് അവിടെ ഒരു ഏരിയ വരും. ഭയങ്കര സ്ലിപ്പാവും അവിടെ. അതാണ് ഇഷ്യൂ. സോ ഇവിടെ വരെ എത്തി. ഇനി ഇപ്പോൾ അത് അങ്ങോട്ട് പോകലാണ് കുറച്ച് ടാസ്ക്. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു കുഞ്ഞു മുറിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വല്ലാണ്ട് പറമ്പിലൊക്കെ കൊണ്ടാൽ എനിക്ക് ഭയങ്കര പെയിനാവും. ഇത് രണ്ടും ക്രോസ് ചെയ്യണം. അപ്പോൾ ഇത് ചെറുതാണ്. ഞാൻ ആദ്യം ഇന്നലെ വന്നപ്പോൾ ഫസ്റ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ കിട്ടിയത് ഇത് ഓക്കെ ആണല്ലോ, എന്താ പണി. പക്ഷെ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ സ്ലിപ്പാവും. അപ്പോൾ നമ്മളെ കാലിങ്ങനെ കൊണ്ടുപോയി പറമ്പിൽ ഇടിക്കും. ഇതാണ് ഇഷ്യൂ. എന്തായാലും പോയേക്കാം. അപ്പോൾ അതപ്പോൾ ഇപ്പുറത്തെത്താൻ കഴിയില്ലല്ലോ. ലൈക്കിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. കരയുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇത് ഒന്ന് ഞാൻ മെല്ലനെ ക്രോസ് ചെയ്ത് വന്നു കേട്ടോ. ചെരുപ്പില്ലാണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാലും ചെറിയൊരു മുറിവ് ഉണ്ടാവുമെന്ന്. ഇനി ഇതുകൂടി ഉണ്ട്. അതൊന്നും കഴിഞ്ഞാൽ നമ്മളെത്തി. ഞാൻ നോക്കിയ ആ ഒരു ഭാഗം കാണില്ല. നമ്മൾ നേരത്തെ പോയ ആ ഒരു സൈഡ് ഇങ്ങനെ നോക്കിയാൽ കാണില്ല. കാണണമെങ്കിൽ ഇതൊക്കെ താണ്ടി അങ്ങോട്ട് എത്തണം. ഇപ്പോഴും നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ മഞ്ഞ് കാരണം അല്ലെങ്കിൽ ഈ ഒരു വെതറിന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കട്ടൻ കാപ്പി എനിക്കൊരു മസ്റ്റായിട്ടുള്ള സംഭവമായി മാറിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം എനിക്ക് കോൾഡും കഫും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരവും ചെയ്തു. പിന്നെ അതുപോലെ അത് അത്ര ദിവസം നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെരുപ്പ് ഒരു കയ്യിൽ പിടിച്ചാണ്. എനിക്കറിയില്ല അത് കൂടെ പോകാൻ കഴിയുന്നു. നല്ല സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണ് ചാടുമെന്നൊന്നും എനിക്കറിയില്ല. ഇതാ അയ്യോ എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. ഞാൻ എന്താവുക, എൻ്റെ ഫോൺ എന്താവുകയെന്ന് എനിക്ക് ഉറപ്പില്ല. എൻ്റെ കൂടെ വേറെ ആരും ഇല്ല, എല്ലാവരും അവിടെ നിന്നതാ.
അപ്പൊ ഞാനിതാ എത്തിയിട്ടുണ്ട്. അപ്പൊ എത്തിയപ്പോഴാണ് സംഭവം ഞാൻ കാണിച്ചു തരാം. എന്റെ ലായ്ക്കുട്ടനും അബ്ബയും അവിടെ ഉണ്ട്. ഒരിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഞാൻ പോട്ടെ കേട്ടോ. അപ്പൊ ബാക്കിയുള്ള റിസോർട്ടിന്റെ എല്ലാ സൈഡും ഞാൻ കാണിച്ചു തന്നു ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ സൈഡ് ഫുൾ ആളായിട്ടുണ്ട്. കാരണം പോലെ എനിക്കറിയില്ല ഏത് വഴിയാ വന്നു കൂടി. ഇതാണ് ഭയങ്കര ഭംഗിയുള്ള ഈ ഒരു സ്റ്റെപ്പിന്റെ ഏരിയ. അവിടെ എന്റെ കുട്ടി ഉണ്ട്. തിരിച്ച് ഭൂമിയിലെത്തി. കണ്ടോ കണ്ടോ. അപ്പൊ ഇതാ നമ്മൾ എണീറ്റ്, നമ്മളല്ല ഞാൻ അവിടേക്ക് പോയി വന്നേ. എണീറ്റ് അതിന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ഡയപ്പർ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഈ ക്യാപ്പ് ഊരാൻ പറ്റൂല, മഞ്ഞിന്റെ പൊന്നു. മഞ്ഞ് കുഴപ്പം. മഞ്ഞ് 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 മഞ്ഞ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസ് ഉണ്ട്, പിന്നെ ബർഗറും ജാമും, പിന്നെ കട്ട് ഫ്രൂട്ട് ആയിട്ടുള്ളത് പൈനാപ്പിളാണ്. പിന്നെ നേരത്തെ കാണിച്ച പോലെ പുട്ടും കടലയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ലായ്ക്കിനും കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ബാൽക്കണിയിൽ ഇവിടെ ഈ ഒരു ഏരിയ, ഈ ഒരു വഴിയിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി കാണും. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിലുള്ള വ്യൂ വന്നിട്ട് അടിപൊളിയാണ്. ഈ ഒരു റിവർ വ്യൂ ആണ് കിട്ടുക. റൂമിൽ നിന്ന് നേരെ ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ് ഓപ്പൺ ചെയ്താൽ ബാൽക്കണി ഓപ്പൺ ചെയ്താൽ ഇതാ ഈ ഒരു അരുവി ഇങ്ങനെ ഒഴുകണ ഒരു വ്യൂ ആണ് കേട്ടോ ഉള്ളത്. അടിപൊളിയാണ്. അപ്പം ഇനി നമുക്ക് റൂമിൽ പോവാം. കമോൺ. ഇപ്പം ഇതാ ഇവിടെ അധികം റൂംസ് ഒന്നും വരുന്നില്ല. 7 റൂമാണ് ഇവിടെ ആകെ വരുന്നത്. അതിൽ 3 എണ്ണം ഇതാ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കോട്ടേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ആ ബാക്കിൽ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിലാണ് പിന്നെ നമ്മൾ 2 റൂം ഉണ്ടായിരുന്നത്. അത് നോർമലി ഉള്ളൊരു ടൈപ്പും ഇതൊരു കോട്ടേജ് ടൈപ്പും ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് റൂമിൽ പോവാം. അപ്പോൾ ഇതാണ് റൂം വന്നിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ആയിട്ടുണ്ട്. വന്നപ്പോൾ ഇത് കയറി ഒന്നും കൂടി ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മൾ പോകേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കോലത്തിലാണ് റൂം കിടക്കുന്നത്. പിന്നെ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ബാൽക്കണിയാണ്, ഈ ഒരു വ്യൂ ആണ് കേട്ടോ. ഭയങ്കര എന്താ പറഞ്ഞ കാം ആൻഡ് റിലാക്സിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് വയനാട് പോകുന്നതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് വയനാട് പോകുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ വന്നിട്ട് എല്ലാവരും കാണുക. കാരണം ഇത് നമ്മൾ ഇതുവരെ റിസോർട്ട് നോക്കിയപ്പോഴൊന്നും ഇങ്ങനൊരു റിസോർട്ടിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റിൽ വുഡ്സ് എന്നാണ് പേര്. ആക്ച്വലി അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇതിൽ പറഞ്ഞാൽ നമ്മൾ വേറെ റിസോർട്ടിലൊന്നും പോയാൽ കിട്ടാത്ത ഒരു ഫീല് ഇതാ ഇങ്ങനെ നടന്നു പോയാൽ, ഞാൻ ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വൺസ് ഇൻ എ വൈലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ പിന്നെ എനിക്ക് വേഗം വരണം കേട്ടോ. ആ ചെറുക്ക കരയാൻ എനിക്കോടൊപ്പം ഫോട്ടോ ഒക്കെ എന്തെങ്കിലും കാട്ടി ഒപ്പിച്ചു. ഫോട്ടോ അല്ല വീഡിയോ ആണ് എല്ലാരും സംസാരിച്ചോളി. പണിയിട്ടാണെങ്കിൽ